നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷവും സമാധാനവും ശാന്തിയുമുള്ള ഒരു ജീവിതം നയിക്കാൻ ചില ഘട്ടങ്ങളിൽ പലർക്കും പറ്റുന്നില്ല. പലർക്കും പല അനുഭവങ്ങളും പല ബുദ്ധിമുട്ടുകൾ നേരിടുക, അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട്, അസുഖങ്ങൾ, ഇല്ലെങ്കിൽ മക്കളുടെ പഠനം, ഇല്ലെങ്കിൽ മറ്റ് എന്ന് വെക്കേണ്ട നമുക്ക് നമ്മുടെ ചുറ്റുപാട് പല പ്രശ്നങ്ങൾ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നമ്മുടെ മാനസികമായിട്ടുള്ള നിലകളടക്കം മാറിപ്പോകും ചില സമയങ്ങളിൽ. അപ്പോഴും നമുക്കറിയാവുന്ന ദൈവങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ ചില ദൈവങ്ങളെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് കഴിഞ്ഞിട്ടും നമ്മൾക്ക് ദൈവങ്ങളെ എടുത്തുനിന്നുള്ള ഫലങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ അതിൽ എന്തോ ഒരു കുഴപ്പമുണ്ടാവും. കാരണം ഈ വിളിച്ച വിളി കേൾക്കാത്ത ദൈവങ്ങളൊന്നും ഭൂലോകത്തില്ല എന്നാണ് അറിയപ്പെടുന്നത്. ഏതായാലും വിളിക്കേണ്ട ദൈവത്തിനെ വിളിക്കേണ്ട രീതിയിൽ വിളിക്കുകയും, അതുപോലെ നമ്മൾ നമ്മളൊരു ഭക്തിയോടുകൂടി ചെയ്യേണ്ട കർമ്മം ഭക്തിയായിട്ട് ചെയ്യുകയും ചെയ്താൽ ഏത് ദൈവവും വിളി കേൾക്കും. എനിക്കും കുറേ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ചെയ്യാൻ പോകുന്ന എന്ത് കർമ്മമാണ്, ആ കർമ്മത്തിനെ മുൻനിർത്തി നമ്മൾ അതിലെ മനസ്സ് ഏകാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത്. അതായത് ഞാൻ ഉപാസിച്ച് വരുന്ന ഒരു ദേവിയെ, ഞാൻ ആ ദേവിയെ എന്നും വിളിച്ച് പ്രാർത്ഥിച്ചു. ആ ദേവിയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഫലങ്ങൾ അതിനെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ട് കാണുക. ഇത് പിന്നെ വിശ്വാസമില്ലാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. നിങ്ങൾ ഈ വിശ്വാസമില്ലാത്ത ആൾക്കാർ ഇത് കാണാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിൽ പലരും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് നമ്മൾ ദൈവങ്ങളെ ഓർക്കാറുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊന്ന് തരണം ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നത്. നിങ്ങൾ ഒരു ഒരു ദേവിയെ അല്ലെങ്കിൽ ഒരു ദേവൻ ആ രീതിയിൽ നിങ്ങൾ ദിവസവും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾ അന്നത്തെ കർമ്മ പരിപാടിയിലേക്ക് ഇറങ്ങി നോക്കൂ. നിങ്ങൾ ഒരുപാട് നല്ല മാറ്റവും മനസ്സിന് നല്ല ഉന്മേഷവും ധൈര്യവും എല്ലാം നമുക്ക് കൈവരും. അപ്പോൾ നമ്മൾ ഈ വിശ്വാസം കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് നമുക്കെല്ലാവർക്കും ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ആരുമില്ല, നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ ആരുമില്ല, ഇല്ലെങ്കിൽ മുന്നിൽ ആരുമില്ല, നമുക്ക് വിളിക്കാൻ ആരുമില്ല. സ്പോട്ടിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ പെട്ടെന്നാണ് ദൈവത്തെ അന്നേരം വിളിക്കുന്നത്. അപ്പോൾ ദൈവം ആ സമയത്ത് ഇറങ്ങി വരും എന്നുള്ള ധാരണ, ഇല്ലേ നമ്മളെ രക്ഷിക്കും, ഇല്ലേ നമ്മളെ ആ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരും എന്ന് വിചാരിക്കുന്നതിനെക്കാളും നല്ലത് നമ്മൾ ദിവസവും ഏതെങ്കിലും ഒരു ദേവനോ ദേവിയോ, ഇല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല, നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ദൈവത്തിനെ നിങ്ങൾക്ക് എന്നും മനസ്സിൽ ആരാധിക്കുക, പ്രാർത്ഥിക്കുക, വിളിക്കുക. അങ്ങനെ വിളിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുകയും, അതുപോലെ നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം ദൈവത്തിനോട് പറയുകയും ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എപ്പോഴും ഒരു ബലമായിട്ടുണ്ടാവും, നമ്മുടെ കൂടെ തന്നെ ദൈവം ഉണ്ടാവും. അത്തരത്തിലുള്ളൊരു നമുക്ക് എന്നും വിളിക്കാനും പ്രാർത്ഥിക്കാനും പറ്റിയ, ഏത് സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് വിളി കേൾക്കുന്ന ഒരു ദേവിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത്. പന്നിയുടെ മുഖവും മനുഷ്യ ഉടലുമായിട്ടുള്ള ഒരു ദേവിയാണ് വാരാഹി ദേവി. വാരാഹി ദേവിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്. വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ജപിക്കുമ്പോൾ വാരാഹി നമുക്ക് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. നിരവധി പേർക്ക് അനുഭവമുള്ളതും. വാരാഹി ദേവിയുടെ ഒരുപാട് ഭാവങ്ങളുണ്ട്. വാരാഹി ദേവിക്ക് അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാവത്തെയാണ് നമ്മൾ വിളിക്കേണ്ടത്. എങ്ങനെ നമുക്ക് ആ ഭാവത്തെ വിളിക്കാമെന്നുള്ളതും, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ സാധാരണക്കാരനെ എങ്ങനെ ഒരു ദേവിയെ ഏത് രീതിയിൽ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നുള്ളതും ആണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. സാധാരണക്കാർക്ക് വലിയ ജ്ഞാനമൊന്നും ഉണ്ടാവില്ല. ഈ താന്ത്രിക വിദ്യയും മറ്റുള്ള അതിലൊന്നും നമുക്ക് സാധാരണക്കാർക്ക് സാധാരണ ഒരു ദൈവത്തിനെ എങ്ങനെ വിളിക്കണം, എന്നിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം, അത് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇതിന് പറഞ്ഞാൽ നമ്മൾ ദേവിയെ വിളിക്കുമ്പോൾ ചിട്ടവട്ടങ്ങളും വലിയ
നമുക്കൊരു ആപത്ത് വന്നപ്പോൾ നമുക്ക് വിളിക്കണം തോന്നി, നമ്മൾ വിളിക്കുന്നു, അത്ര തന്നെ. പക്ഷേ ഇത് രാത്രി കാലങ്ങളിൽ വിളിക്കുന്നത്, രാവിലെ ആണെങ്കിൽ അതിനൊരു ടൈമും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ദേവിയെ രാത്രി നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ രാത്രി 8 മണിക്ക് ശേഷവും 12 മണിക്കുള്ളിലും ഈ ദേവിയെ വിളിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഇതുപോലെ മറ്റുള്ള ദുരനുഭവങ്ങളും വന്നു ചേരും. അതുപോലെ രാവിലെ ബ്രാഹ്മ മുഹൂർത്തം 4 മണി തൊട്ട് 6 മണി വരെ ഉള്ള ടൈമിൽ നമുക്ക് വിളിക്കാം, പ്രാർത്ഥിക്കാം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കുളിച്ച് വ്രതശുദ്ധിയോട് കൂടിയിട്ടൊക്കെ നമുക്ക് അങ്ങനെ ചെയ്ത് ചിട്ടവട്ടത്തോടു കൂടി പോകാം. ഇനി അല്ലാത്ത ടൈമിൽ നമുക്ക് വിളിക്കണം തോന്നിയാൽ വിളിക്കാം, ഒരു കുഴപ്പമില്ല. നിങ്ങളെ ദൈവമാണ്, നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിൽ വിളിക്കാം. നമ്മൾ കൂടുതൽ മന്ത്രങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. നിങ്ങളെ വിളി സാധാരണപ്പെട്ട ഒരാളിൽ സാധാരണ മന്ത്രങ്ങളും തന്ത്രങ്ങളൊന്നും അറിയാത്ത ഒരാൾക്കാർ സാധാരണ ആ വാരാഹി ദേവിയെ ഒന്ന് വിളിക്കുന്നത് കൊണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ദോഷവും വരാൻ പോകുന്നില്ല. ചിലർ പറയുന്ന കേട്ടു, വാരാഹി ദേവിയെ വിളിക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ദോഷങ്ങൾ വന്നു ചേരും, അല്ല അനുഭവത്തെക്കാളും ദുരനുഭവങ്ങൾ വന്നു ചേരുന്നത്. ഞാനും അങ്ങനെ തന്നെ ആദ്യമൊക്കെ എഴുതിയത്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായി, വാരാഹി ദേവിയെ നമ്മൾ നോർമലായിട്ട് വിളിച്ചാൽ മതി, നമുക്ക് വിളിക്കാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ വിളിക്കാം. അതെ, അപ്പം മന്ത്രത്തിലേക്ക് പോകാം. വാരാഹി വാരാഹി വാരാഹി, വാർത്താളി വാർത്താളി വാർത്താളി, ഓം വജ്രകോശം വാരാഹി നമ എന്നിങ്ങനെ 12 തവണയും അല്ലെങ്കിൽ 21 തവണ, അതുമല്ല 41 തവണ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് 108 തവണയും ചൊല്ലാം. നിങ്ങൾ എത്ര ചൊല്ലുന്നോ അത്രയും ഗുണങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട്, നമ്മളിപ്പോൾ ഇന്ന് പെട്ടെന്ന് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി, അപ്പം നിങ്ങൾ സമയം നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ വെറുതെ ശുദ്ധിയായിരിക്കും, ശരീരശുദ്ധിയെങ്കിലും വേണം. അപ്പോൾ എന്നിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക, ഒരു വിളക്ക് പോലെ മനസ്സിൽ സങ്കല്പിക്കുക, മുന്നിലൊരു വിളക്കുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാലും എവിടെ ഇരുന്നാലും മനസ്സിൽ മുന്നിലൊരു വിളക്കുണ്ടെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വാരാഹി ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടും, വാരാഹി ദേവി, നമ്മൾ വിളക്കിൻ്റെ മുന്നിൽ വാരാഹി ദേവിയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു 12 തവണയാണ് ചൊല്ലുക. നമുക്ക് എളുപ്പത്തിൽ ഒരു 12 തവണ ഈ പറഞ്ഞതുപോലെ ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം ഉണ്ടായിരിക്കും. ഇത് തീർച്ചയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക. വാരാഹി ദേവിയെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും അതുപോലെ ഈ രീതിക്ക് നമ്മൾ സാധാരണപ്പെട്ട ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ രീതിക്ക് നിങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഫലം ഉറപ്പായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വാരാഹി ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ഞാനും ദേവിയോട് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.